എന്നിട്ട് പിന്നെ ഇതാക്കി ഷീബേ ഷീബേ അടക്ക് ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനേ എന്നെ കാണാൻ നിൽക്കേനി. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് ഈ ഓടിപ്പോയി മോളോടൊന്ന് ചോദിക്കാൻ നിൽക്കല്ലേ. ഞാൻ കുടുംബശ്രീൻ്റെ പൈസ അടയ്ക്കാൻ പോയ സമയത്തെ എൻ്റെ മോളുടെ ഒരു ചെക്കൻ്റെ കൂടെ കൂൾബാറിലെത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾ ആ ചെക്കൻ്റെ കൂടെ തന്നെ ബൈക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോഴത്തെ ചെക്കന്മാരുടെ സ്വഭാവം ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ മയക്കുമരുന്ന് കേട്ട് എൻ്റെ ദൈവമേ, പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇവളൊന്ന് ശ്രദ്ധിച്ചാലേ കാര്യമുള്ളൂ. എൻ്റെ മോളാണെങ്കിൽ ഞാൻ എപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ആ കുട്ടി ഫോണിൽ തന്നെയാണ്. എനക്കാണെങ്കിലും എൻ്റെ കെട്ടുവനാണെങ്കിലും അത്ര ഒരു ശ്രദ്ധ അതിലില്ല. മക്കൾ ഫ്രണ്ട്സാണെന്നൊക്കെ പറയാം, പക്ഷെ ആ ബൈക്കിൽ പോകുന്നത് അത് ഫ്രണ്ട്സാണെന്ന് എനിക്ക് തോന്നില്ല. എന്തോ ഒരു പന്തികൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു. ഈ ഫോണിൽ എപ്പോഴുള്ള കളികളോ ഇങ്ങനത്തെ ചുറ്റിക്കറങ്ങളൊക്കെയാണ് കുട്ടികളെ വഴി തെറ്റിക്കുന്നത്. ഞാനായതുകൊണ്ട് അപ്പം എന്നോടൊന്ന് പറഞ്ഞത് ആ രമയെ ബിന്ദിട്ടാണെങ്കിൽ ഒന്ന് കാര്യമല്ലോ ചോക്ക്. ഈ നാട് മൊത്തം ന്യൂസ് പറഞ്ഞിട്ടുണ്ടോ. മോളും കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചിട്ടോ. മെല്ലെ തഞ്ചത്തിലൊക്കെ പറഞ്ഞിട്ടെ ഒന്ന് റെഡിയാക്കി എടുത്തോ. രമേനെ ബിന്ദുവിനെ വിളിച്ച് പറയട്ടെ.